ഗ്രാഫിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏതൊരു ഡ്രോയിങ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് ഡയമെൻഷനിങ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഡയമെൻഷനിങ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡയമെൻഷനിങ്ങിന് കറക്റ്റായിട്ടുള്ള ഡെഫിനേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡയമെൻഷനിങ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻകോർപ്പറേറ്റിംഗ് ദ ന്യൂമറിക്കൽ വാല്യൂസ് ആൻഡ് അതർ ഡീറ്റെയിൽസ് റിക്വയർഡ് by using lines, symbols and notes on a drawing. നമ്മളൊരു ഡ്രോയിങ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ ഡ്രോയിങ്ങിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ന്യൂമറിക്കൽ വാല്യൂ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആ ഒരു ഡ്രോയിങ്ങിൽ നമ്മൾ കാണിക്കണം. അപ്പോൾ അത് സിമ്പിൾസ് വെച്ചിട്ടാവാം, അല്ലെങ്കിൽ ലൈൻസ് വെച്ചിട്ടാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ മോഡ് നോട്ട്സ് വെച്ചിട്ടാവാം അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു ഇത്തരത്തിൽ നമ്മൾ എന്തോ ഒരു സംഭവം ആ ഒരു വാല്യൂ അതിനകത്ത് കാണിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡയമെൻഷനിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഒന്നുകിൽ ലൈൻസോ അല്ലെങ്കിൽ സിമ്പിൾസോ അല്ലെങ്കിൽ നോട്ട്സോ വെച്ചുകൊണ്ട് നമ്മളൊരു ഡ്രോയിങ്ങിനെ അതിനകത്ത് ആ വാല്യൂസോ മറ്റ് ഡീറ്റെയിൽസും കാണിക്കുന്ന ആ പ്രോസസ്സ് അല്ലേ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഫിഗർ എടുത്തു കഴിഞ്ഞാൽ ഏതൊരു ഫിഗർ ആയിക്കോട്ടെ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനോ അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂസോ അല്ലെങ്കിൽ ഓക്സിലറി വ്യൂസോ ഏത് വ്യൂ ആണെങ്കിലും അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ഡയമെൻഷനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡയമെൻഷനിങ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്, നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ആ പ്രോസസ്സിലെ അല്ലെങ്കിൽ ആ ഒരു ഫിഗറിലെ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വ്യക്തമായിട്ടുള്ള സൈസും ഷേപ്പൊക്കെ അറിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡയമെൻഷനിങ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ സിമ്പിളായിട്ട് ഡയമെൻഷനിങ് എന്ന പോർഷനിൽ നിന്ന് ഒരു ഫിഗറിനെ ഡയമെൻഷൻ ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു ഫിഗർ ഒരു സിമ്പിൾ ഫിഗർ എടുത്തായിരുന്നു. അപ്പോൾ അതിനകത്ത് ഡയമെൻഷൻ ചെയ്തിരിക്കുന്ന സംഭവങ്ങളാണ് ഫിഗറിൽ കാണുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ ലെങ്ത്ത് ഇപ്പോൾ ഈ ഒരു ലെങ്ത്ത് കാണിച്ചിരിക്കുന്നത് 50 എന്നുള്ള ഒരു ഡയമെൻഷനിങ് ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലെങ്ത്ത് എത്രയാണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു ഫിഗർ നോക്കി കാണുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും. ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് 50 ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ മില്ലിമീറ്ററിലാണ് ഡയമെൻഷൻ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു യൂണിറ്റ് ഏതാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm ഓർ cm എന്നുള്ള സംഭവം. അപ്പോൾ നമ്മൾ നോർമലി സ്റ്റുഡൻറ്റ് വൈസിലുള്ള ഡ്രോയിങ്സിലെല്ലാതും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് മില്ലിമീറ്റർ തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടും തന്നെ നമ്മൾ ഡ്രോയിങ്സിന് ശേഷം നമ്മൾ താഴെ ടൈറ്റിൽ ബ്ലോക്കിനടുത്തായിട്ട് നമ്മൾ എഴുതി വെക്കുന്നുണ്ട് ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഫിഗറിനകത്ത് അതിൻ്റെ ലെങ്ത്തോ അല്ലെങ്കിൽ സൈസോ കാണിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സാണ് ഡയമെൻഷനിങ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ വരും സെഷൻസിലൂടെ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അപ്പോൾ നമ്മൾ ആ ഒരു ഡയമെൻഷനിങ് എന്നതിൻ്റെ ഡെഫിനേഷനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒന്നുകിൽ സിമ്പിൾസ്, ഇപ്പോൾ R25 എന്നുള്ളൊരു വാല്യൂ അല്ലേ, ഒരു നമ്പർ അവിടെ തന്നിട്ടുണ്ട്, ആറിൽ തുടങ്ങി ഒരു 25 എന്ന് പറയുന്ന ഒരു നമ്പർ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മീനിങ് ചെയ്യുന്നത് എന്താണ്, ഇതിൻ്റെ റേഡിയസ് ആണ് അല്ലേ. R എന്ന് കാണിച്ചിരിക്കുന്ന അതിൻ്റെ റേഡിയസ് ആണ്. 25 എന്നുള്ളത് അതിൻ്റെ റേഡിയസ് 25 എന്നുള്ള വാല്യൂ ആണ്. അതേപോലെ തന്നെ ഡയമീറ്റർ 40 എന്ന ഇങ്ങനെ ഒരു ഡയമെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ ഒരു സർക്കിളിൻ്റെ അല്ലേ അതിൻ്റെ ലീഡർ ലൈൻ കൊടുത്തിരിക്കുന്നിടത്തേക്കാണ് ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ 40 ആണ് എന്നുള്ളതാണ്. ഇനി അതേപോലെ ലീനിയർ ആയിട്ടുള്ള ഈ ഒരു ലെങ്ത് ആണ് എടുക്കുന്നതെങ്കിൽ 30 എന്നൊരു സൈസ് തന്നിട്ടുണ്ട്. അപ്പോൾ 30 മില്ലിമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്ത് എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ ഇനി ആംഗിൾസ് ആണ് എടുക്കുന്നതെങ്കിൽ എന്താണ്, കൃത്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ലൈന് അതുപോലെ തന്നെ ഒരു റെഫറൻസ് ലൈനായിട്ട് നമുക്ക് ഒരു ലൈന് തന്നിട്ടുണ്ട്. അതിൻ്റെ ആംഗിളാണ് 60 ഡിഗ്രി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഫിഗറിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ അതിൻ്റെ സൈസ് ആവട്ടെ, ഷേപ്പ് ആവട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ആവട്ടെ, ഇതിനെ ഒരു ഫിഗറിൽ കാണിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡയമെൻഷനിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ന്യൂമറിക്കൽ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ സിമ്പിൾസ് വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ലൈൻസ് വെച്ചിട്ടായിരിക്കാം. ഇത്തരത്തിൽ പല രീതിയിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡയമെൻഷനിങ് എന്ന പ്രോസസ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഡയമെൻഷനിങ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഡയമെൻഷനിങ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻകോർപ്പറേറ്റിംഗ് ന്യൂമറിക്കൽ വാല്യൂസ് ആൻഡ് അതർ ഡീറ്റെയിൽസ് റിക്വയർഡ് ബൈ യൂസിങ് ലൈൻസ്, സിമ്പിൾസ് ആൻഡ് നോട്ട്സ് ഓൺ എ ഡ്രോയിങ്. ഈ ഒരു അറിവ് കൃത്യമായിട്ട് തന്നെ സൂക്ഷിക്കണം. കാരണം നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് യൂസ് ചെയ്യുന്നിടത്തോളം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ഡയമെൻഷനിങ്. ഓക്കെ, താങ്ക് യു.